ആരോപണങ്ങൾ ഒറ്റക്കെട്ടായി നേരിടാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ നയിച്ച നവകേരള മാർച്ചിന് സമാപനം. പാർട്ടിക്കെതിരായ ആക്രമണങ്ങളെ ചെറുത്ത് പ്രതിലോമ ശക്തികളെ തുറന്നുകാട്ടും. ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ട് ഉദ്ഘാടനം ചെയ്ത സമാപന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദൻ അടക്കമുള്ള പി.ബി. അംഗങ്ങളും മുതിർന്ന നേതാക്കളും പങ്കെടുത്തു. പാർട്ടിയുടെ ബഹുജന പിന്തുണ വ്യക്തമാക്കിക്കൊണ്ട് ജനസഹസ്രങ്ങൾ അണിനിരന്നു. സിപിഐഎമ്മിനെതിരെ വലതുപക്ഷ മാധ്യമങ്ങളും കോൺഗ്രസ് അടക്കമുള്ള ആരോപണങ്ങളെ പാർട്ടി ഒറ്റക്കെട്ടായി നേരിടുമെന്ന പ്രഖ്യാപനമായിരുന്നു നവകേരള മാർച്ചിന്റെ സമാപന സമ്മേളനം. സമാപന സമ്മേളനത്തിൽ പാർട്ടി പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത നേതാക്കളെല്ലാം ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ട് ഇത് ജനങ്ങൾ ചെറുത്തു തോൽപ്പിക്കുമെന്നതിന്റെ തെളിവാണ് നവകേരള മാർച്ചിന് ലഭിച്ച വൻ സ്വീകാര്യതയെന്നും പ്രകാശ് കാരാട്ട് പറഞ്ഞു. എല്ലാ മേഖലയിലും ജനവിരുദ്ധ നയങ്ങൾ തുടരുന്ന കോൺഗ്രസിന് ബദലായി മതനിരപേക്ഷ സർക്കാരിനെ 2009 സിപിഐഎം അധികാരത്തിൽ കൊണ്ടുവരുമെന്നും കോൺഗ്രസ് തന്നെ ഇതിന് അവസരമൊരുക്കിയിരിക്കുകയാണെന്നും കാരാട്ട് പറഞ്ഞു. ശംഖുമുഖത്ത് പാമോയിൽ കേസ്, അതുപോലെ തന്നെ ഇടമലയാർ കേസ്, വേറൊന്ന് ബ്രഹ്മപുരം കേസ്. ലക്കിൽ ലഗാനുമായി ഇല്ലാതെ നടത്തുന്ന ആക്ഷേപങ്ങളും ആരോപണങ്ങളും നിർത്തുകയാണ് വേണ്ടത് എന്ന് ഞാൻ ആ സുഹൃത്തുക്കളോട്. KG ദിനകർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സിപിഐഎമ്മിനെ തകർക്കാൻ ഉദ്ദേശിച്ചുള്ള ശത്രുവർഗത്തിന്റെ ആക്രമണങ്ങളെ ചെറുക്കണമെന്ന കേരളീയ സമൂഹത്തിന്റെ നിശ്ചയദാർഢ്യമാണ് നവകേരള മാർച്ചിന്റെ ഉജ്ജ്വല വിജയമെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറിയും ജാഥ ക്യാപ്റ്റനുമായ പിണറായി വിജയൻ പറഞ്ഞു. പ്രസ്ഥാനമാണ് വലുതെന്നും പ്രസ്ഥാനത്തിൽ നിന്ന് മാറി നിന്നാൽ ഏതൊരു വ്യക്തിയുടെയും ശക്തി ക്ഷയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. നവകേരള മാർച്ചിന്റെ സമാപന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു പിണറായി വിജയൻ. പാർട്ടിയോട് ചേർന്ന് നിന്നാലേ വ്യക്തികൾക്ക് ശക്തിയുണ്ടാകുമെന്നും പാർട്ടിയിൽ നിന്ന് വേറിട്ടാൽ ശക്തി ക്ഷയിക്കുമെന്നും പിണറായി വിജയൻ പറഞ്ഞു. ഇത് നന്നായി മനസ്സിലാക്കിയവരാണ് തങ്ങളെന്നും അദ്ദേഹം പറഞ്ഞു. നേരത്തെ ഒരു ഉറുദു കവിത ഉണ്ടായിരുന്നു. അതില് ഒരു കുട്ടി കടൽ കാണാൻ ചെന്ന് അപ്പൊ തെരയിങ്ങനെ ആർത്തലച്ചടിക്കുക. നമ്മൾ ഇതേ മട്ട് തന്നെ ഇതിന്റെ ശബ്ദം കേൾക്കുന്നില്ലേ, അങ്ങനെ ആർത്തലച്ച് വരികയാണ്. അപ്പൊ കുട്ടിക്ക് നല്ല ഹരായി, ഇങ്ങനെ അടിച്ചു വരികയല്ലേ തെര. കുട്ടി വേഗം പോയി ഒരു ബക്കറ്റ് എടുത്തുകൊണ്ട് വന്നു. ഇതിലെ ഇങ്ങ് കോരി വെള്ളം എടുത്തു കൊണ്ടുവച്ചു. അതിങ്ങനെ നോക്കിക്കൊണ്ടുവന്നു. അടിക്കുന്നില്ല, ഇത് തെര വരുന്നില്ല. അപ്പോ കുട്ടി പറഞ്ഞു, എന്താ വെള്ളമേ നീ അടിക്കാത്തത്, നീ എന്താ തെരയാകാത്തത്, നീ എന്താണ് ആർത്തലച്ച് വരാത്തത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുട്ടിയുടെ വലിയ വിഷമായി. പിന്നെ കുട്ടി കരച്ചിലായി, വല്ലാത്ത പ്രയാസമായി. അപ്പൊ ആ വെള്ളത്തിനൊരു ദയ തോന്നി. വെള്ളം പറഞ്ഞു, അല്ലയോ കുട്ടി, ഞാൻ സമുദ്രത്തിന്റെ മാർത്തട്ടിനോട് ചേർന്ന് നിൽക്കുമ്പോൾ മാത്രമേ തെരയാകാൻ പറ്റൂ. അപ്പോഴാണ് എനിക്ക് ശക്തി വരുന്നത് എന്ന്. അതുപോലെ എന്നോട് ചോദിച്ചവരോട് എനിക്ക് പറയാനുള്ളത്, ഞങ്ങളുടെ എല്ലാ ശക്തി ഈ പ്രസ്ഥാനമാകുന്ന സമുദ്രത്തിന്റെ മാർത്തട്ടിനോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് എന്നത് മനസ്സിലാക്കണം. മറ്റ് സഖാക്കളിൽ നിന്ന് വ്യത്യസ്തനായി താൻ ഉയർന്നുപോയി എന്ന് കരുതിയാൽ അയാളുടെ കഥ കഴിയുമെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ പറഞ്ഞു. ജാഥയ്ക്കിടയിൽ തന്നെ അനുകൂലിച്ച് മുദ്രാവാക്യം വിളികൾ മുഴങ്ങിയത് വ്യക്തിപൂജയല്ലേ എന്ന മാധ്യമപ്രവർത്തകർ ചോദിച്ചതിനുള്ള മറുപടിയായിട്ടാണ് താൻ ഇങ്ങനെ പറഞ്ഞതെന്ന് പിണറായി വിജയൻ സൂചിപ്പിച്ചു. പത്രക്കാര് ഒന്ന് രണ്ട് സ്ഥലത്ത് വെച്ച് എന്നോട് ചോദിക്കുകയുണ്ടായി, ഈ ജാഥ ലീഡർ എന്ന നിലക്ക് നിങ്ങളെ പടം വല്ലാതെ ഇങ്ങനെ വെച്ചിരിക്കുകയാണല്ലോ, നിങ്ങൾക്ക് ഇങ്ങനെ സിന്ദാബാദ് വല്ലാതെ വിളിക്കുകയാണല്ലോ, ഇതൊക്കെ വ്യക്തിപൂജയല്ലേ? ഈ ജാഥയുടെ ലീഡർ എന്ന നിലക്ക് വെക്കുന്ന പോസ്റ്റുകളാണത്. അതേതെങ്കിലും തരത്തിൽ ഈ മറ്റ് സഖാക്കളിൽ നിന്ന് വ്യത്യസ്തനായി ഞാനങ്ങ് ഉയർന്നുപോയി എന്ന് കരുതിയാൽ എന്റെ കഥ അതാതെ കഴിക്കും. അത് മനസ്സിലാക്കുക. പാർട്ടിയെ തകർക്കാനുള്ള ശ്രമം എല്ലാ ഭാഗത്തു നിന്നുമുണ്ടായി. എന്നാൽ അത് ഏത് രീതിയിലും ചെറുക്കുമെന്ന ദൃഢനിശ്ചയമാണ് ജാഥയിൽ പങ്കെടുത്ത ജനലക്ഷങ്ങളുടെ സാന്നിധ്യമെന്നും പിണറായി വിജയൻ പറഞ്ഞു. KG ദിനകർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കവിയും മാധ്യമപ്രവർത്തകനുമായ പ്രഭാവർമ്മ രചിച്ച ലാവ്ലിന്റെ കാണാപ്പുറങ്ങൾ എന്ന കൃതി പ്രകാശ് കാരാട്ട് പ്രകാശനം ചെയ്തു. സിപിഐഎം പോളിറ്റ് ബ്യൂറോ